നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ തങ്ങളുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിന് വേണ്ടി നിലവിലെ ജേതാക്കളായ അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കൃത്യമായി പറഞ്ഞാൽ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. അർജന്റീനയും പെറുവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും വിജയിക്കുക, അങ്ങനെ സമ്പൂർണരായിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർജന്റീന ഇന്ന് ഇറങ്ങുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന ടീമിനോടൊപ്പം അവരുടെ പരിശീലകനായ സ്കലോണി ഉണ്ടാവില്ല. അദ്ദേഹത്തിന് വിലക്കാണ്. പകരം പാബ്ലോ ഐമർ ആയിരിക്കും അർജന്റീന ടീമിന്റെ സൈഡ് ലൈനിൽ പരിശീലകനായിക്കൊണ്ട് ഉണ്ടാവുക. നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ഇന്നത്തെ മത്സരത്തിൽ പെറുവിനെ നേരിടാൻ അർജന്റീന വരുന്നത്. നമുക്ക് അർജന്റീനയുടെ ഒരു പോസിബിൾ 11 ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. അവിടെ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല. വിംഗ് ബാക്ക് പൊസിഷനിൽ ഗോൺസാലോ മോണ്ടിയേൽ, അതുപോലെ തന്നെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് മാർക്യൂസ് അക്യൂഞ്ഞ, അതുപോലെ തന്നെ നെഹുവേൽ മൊളീന എന്നിവർക്ക് വിശ്രമം നൽകും. അവർക്ക് ഇടം ലഭിക്കില്ല. പ്രതിരോധ നിരയിൽ ജർമ്മൻ പസല്ല, നിക്കോളാസ് ഓട്ടമെന്റി എന്നിവരാണ് സെൻട്രൽ ബാക്കുമാരായി കൊണ്ട് ഉണ്ടാവുക. ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർക്ക് വിശ്രമമായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എക്സ്കെൽ പലാസിയോസ്, ലിയാൻഡ്രോ പരേഡസ് എന്നിവർക്ക് സ്ഥാനം ഉറപ്പാണ്. അതായത് മാക്കാലിസ്റ്ററും അതുപോലെ തന്നെ റോഡ്രിഗോ ഡീപോളും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു മധ്യനിരയിലെ പൊസിഷനിലാണ് ഇപ്പോൾ അർജന്റീനക്ക് സംശയങ്ങൾ ഉള്ളത്. വാലന്റൈൻ കാർബോണി, എൻസോ ഫെർണാണ്ടസ്, ജിയോവാനി ലോ ചെൽസോ, ഈ 3 താരങ്ങളിൽ ആരെ ഇറക്കണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ അർജന്റീന ടീമിന് കഴിഞ്ഞിട്ടില്ല. അവിടെ മാത്രമാണ് ഇപ്പോൾ സംശയം അവശേഷിക്കുന്നത്. മുന്നേറ്റ നിരയിൽ ഏഞ്ചൽ ഡി മരിയ ഉണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിക്കോ ഗോൺസാലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഡി മരിയ ഈ മത്സരത്തിൽ തിരിച്ചെത്തും എന്നുള്ളത് മാത്രമല്ല, മെസ്സിയുടെ അഭാവത്തിൽ ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിയുക ഡി മരിയ തന്നെയായിരിക്കും. ആ ഒരു ചുമതല കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ലൗറ്റാറോ മാർട്ടിനസ് ആയിരിക്കും. ഹൂലിയൻ ആൽവറസിനായിരുന്നു കഴിഞ്ഞ 2 മത്സരങ്ങളിലും സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം ലഭിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ലൗറ്റാറോ മടങ്ങിയെത്തും. ലൗറ്റാറോ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ മുന്നേറ്റ നിരയിൽ മെസ്സിയുടെ പൊസിഷനിൽ അലജാൻഡ്രോ ഗർണാച്ചോ ആയിരിക്കും ഉണ്ടാവുക. ഗർണാച്ചോക്ക് ആദ്യമായി കൊണ്ടാണ് സ്റ്റാർട്ടിംഗ് 11-ൽ ഇപ്പോൾ ഇടം ലഭിക്കുന്നത്. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഏതായാലും മികച്ച ഒരു വിജയം പ്രധാനപ്പെട്ട താരങ്ങളുടെ അഭാവത്തിലും അർജന്റീന നേടുമെന്നാണ് അവരുടെ ആരാധകർ വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.